എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു വേദനാജനകമായ അനുഭവമാണ് അധിക്ഷേപങ്ങൾ. വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാൻ കഴിവുണ്ട്. ചിലപ്പോൾ ആ മുറിവുകൾ ശാരീരിക മുറിവുകളേക്കാൾ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഒരു സുഹൃത്ത്, കുടുംബാംഗം, സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു അപരിചിതൻ പോലും നമ്മളെ അധിക്ഷേപിക്കുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിച്ചേക്കാം. വാക്കുകൾക്ക് എന്നെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയുമ്പോഴും സത്യത്തിൽ അതങ്ങനെയല്ല. വാക്കുകൾക്ക് നമ്മുടെ ഉള്ളിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അധിക്ഷേപങ്ങളെ എങ്ങനെ ആരോഗ്യകരമായി നേരിടാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അധിക്ഷേപങ്ങളെ ഫലപ്രദമായി നേരിടാനും നിങ്ങളുടെ ആത്മവിശ്വാസം നിലനിർത്താനും മാനസിക സമാധാനം ഉറപ്പാക്കാനും സഹായിക്കുന്ന 5 പ്രായോഗിക വഴികളെക്കുറിച്ചാണ് നമ്മൾ വിശദമായി സംസാരിക്കുന്നത്. അധിക്ഷേപങ്ങൾ ഒരു സാധാരണ അനുഭവമാണ്. എന്നാൽ അവയെ നേരിടാനുള്ള വഴികൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. വൈകാരികമായി പ്രതികരിക്കുന്നത് ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരാൾ നിങ്ങളെ അധിക്ഷേപിക്കുമ്പോൾ നമ്മളുടെ സ്വാഭാവിക പ്രതികരണം ദേഷ്യമോ സങ്കടമോ ആകാം. എന്നാൽ ഈ നിമിഷത്തിൽ നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്നതിന് പലപ്പോഴും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ. ഹൃദയമിടിപ്പ് കൂടുകയും ശ്വാസം വേഗത്തിലാകുകയും ദേഷ്യം, സങ്കടം, നിരാശ തുടങ്ങിയ വികാരങ്ങൾ പെട്ടെന്ന് ഉയർന്നു വരികയും ചെയ്യും. ഈ സമയത്ത് നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്നത് പലപ്പോഴും അധിക്ഷേപിക്കുന്ന വ്യക്തിക്ക് കൂടുതൽ ശക്തി നൽകുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ദേഷ്യപ്പെടുന്നതോ വിഷമിക്കുന്നതോ കാണാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വൈകാരികമായി പ്രതികരിക്കാതിരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നു. പ്രതികരിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ശ്വാസം എടുത്ത് പുറത്തുവിടുക. ഇത് നിങ്ങളെ ശാന്തമാക്കാൻ സഹായിക്കും. ചിലപ്പോൾ അധിക്ഷേപിക്കുന്ന വ്യക്തി സ്വന്തം നിരാശയോ ദേഷ്യമോ മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടുന്നതാകാം. ഇത് നിങ്ങളോടുള്ള വ്യക്തിപരമായ പ്രശ്നമായിരിക്കില്ല. നെഗറ്റീവ് ചിന്തകളെ തിരിച്ചറിയണം. ഞാൻ മോശമാണ് എന്ന ചിന്ത ഒഴിവാക്കി ഇതൊരു വാക്കുകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന് സാഹചര്യത്തെ വിലയിരുത്തുക എന്നതാണ്. അധിക്ഷേപം കേട്ടാൽ ഉടൻ പ്രതികരിക്കുന്നതിന് പകരം ആ സാഹചര്യം വിലയിരുത്തുക എന്നതാണ് രണ്ടാമത്തെ വഴി. ആരാണ് അധിക്ഷേപിച്ചത്? എപ്പോഴാണ് സംഭവിച്ചത്? എന്തായിരുന്നു സാഹചര്യം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് ആ അധിക്ഷേപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. അവർക്ക് നിങ്ങളെ വേദനിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമായിരുന്നോ അതോ തെറ്റിദ്ധാരണ സംഭവിച്ചതാണോ എന്ന് ചിന്തിക്കുക. നിങ്ങളെ അധിക്ഷേപിച്ച വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധം എത്രത്തോളം പ്രധാനമാണ്? ഒരു അടുത്ത സുഹൃത്ത് തമാശയായി പറഞ്ഞതും ഒരു അപരിചിതൻ പറഞ്ഞതും തമ്മിൽ വ്യത്യാസമുണ്ട്. പൊതുസ്ഥലത്താണോ സ്വകാര്യ സംഭാഷണത്തിലാണോ അധിക്ഷേപം നടന്നത്? ചിലപ്പോൾ ഒരു തിരക്കേറിയ സാഹചര്യത്തിൽ ആളുകൾക്ക് ക്ഷമ നഷ്ടപ്പെട്ടേക്കാമെന്നും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ എല്ലാ അധിക്ഷേപങ്ങൾക്കും പ്രതികരണം ആവശ്യമില്ല. ചിലപ്പോൾ മൗനം പാലിക്കുന്നത് ഏറ്റവും നല്ല മറുപടിയാണ്. മൂന്നാമത്തേത് വ്യക്തമായി ആശയവിനിമയം നടത്തുക എന്നതാണ്. ചില സന്ദർഭങ്ങളിൽ അധിക്ഷേപം ഒഴിവാക്കാൻ വ്യക്തമായ ആശയവിനിമയം ആവശ്യമാണ്. ഒരാൾ നിങ്ങളെ അധിക്ഷേപിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് അവരെ അറിയിക്കണം. നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്ന് പറയുക. ഇത് കുറ്റപ്പെടുത്തൽ ഒഴിവാക്കി നിങ്ങളുടെ വികാരങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ദേഷ്യത്തിലോ വൈകാരികമായോ സംസാരിക്കുന്നത് കാര്യങ്ങൾ വഷളാക്കും. അതുകൊണ്ട് ശാന്തമായി സംസാരിക്കുക. മറ്റൊന്ന് അതിരുകൾ നിശ്ചയിക്കുക എന്നതാണ്. നിങ്ങൾക്ക് എന്താണ് സ്വീകാര്യമല്ലാത്തതെന്ന് വ്യക്തമാക്കുക. ഇങ്ങനെയുള്ള വാക്കുകൾ എന്നോട് ഉപയോഗിക്കരുത് എന്ന് പറയാം. ചിലപ്പോൾ അധിക്ഷേപിച്ച വ്യക്തി അവരുടെ തെറ്റ് മനസ്സിലാക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യും. അതിനുള്ള അവസരം നൽകുക. സ്വയം സംരക്ഷിക്കുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അധിക്ഷേപങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇതിൽ ശാരീരികമായും മാനസികമായും നമ്മളെ ശക്തിപ്പെടുന്നത് ഉൾപ്പെടുന്നു. നിങ്ങളുടെ ശക്തികളെയും കഴിവുകളെയും തിരിച്ചറിയുക. ആത്മവിശ്വാസമുള്ള ഒരാളെ അധിക്ഷേപിക്കാൻ പ്രയാസമാണ്. തുടർച്ചയായി നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. മറ്റൊരാളുടെ വാക്കുകൾ നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കാൻ അനുവദിക്കരുത്. നിങ്ങൾ എന്താണോ അത് നിങ്ങൾ നല്ലതാണെന്ന് വിശ്വസിക്കുക. ചിലപ്പോൾ അധിക്ഷേപം തുടരുകയാണെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെയോ സുഹൃത്തുക്കളെയോ അറിയിക്കുക. ചിലപ്പോൾ അധിക്ഷേപങ്ങൾ നമ്മുടെ മാനസികാരോഗ്യത്തെ കാര്യമായി ബാധിച്ചേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സഹായം തേടാൻ മടിക്കരുത്. വിശ്വസ്തരായ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത് ആശ്വാസം നൽകും. അധിക്ഷേപം കാരണം നിങ്ങൾ വിഷാദത്തിലോ ഉത്കണ്ഠയിലോ ആണെങ്കിൽ ഒരു കൗൺസിലറെയോ തെറാപ്പിസ്റ്റിനെയോ കാണുന്നത് വളരെ പ്രയോജനകരമാണ്.
യോഗ, ധ്യാനം, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങൾ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. അധിക്ഷേപങ്ങളെ നേരിടാൻ സ്വന്തമായി മാർഗങ്ങൾ കണ്ടെത്തുക. സംഗീതം കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, വ്യായാമം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്താം. അധിക്ഷേപങ്ങളെ നേരിടുക എന്നതൊരു കഴിവാണ്. അതിന് ക്ഷമയും പരിശീലനവും ആവശ്യമാണ്. ഈ 5 വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഓർക്കുക, മറ്റാളുടെ വാക്കുകൾ നിങ്ങളെ നിർവചിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ ആത്മവിശ്വാസം കാത്തുസൂക്ഷിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.